പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ലോകം മുഴുവൻ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. വ്യക്തികള്, സമൂഹങ്ങള്, കുടുംബങ്ങളൊക്കെ സഹിക്കുകയാണ്. സാമ്പത്തിക ഭാരം, കടം, അതിന് പേര് ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം. ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നവർ പോലുമുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഓർക്കണം, നമുക്ക് നല്ല ഐശ്വര്യം തരുവാൻ, നമുക്ക് നന്മയുണ്ടാകുവാൻ, സമ്പത്തുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവനാണ് കർത്താവ്. പലരുടെയും മനസ്സിലുണ്ട് അത് സമ്പത്തിനെതിരാണ് കർത്താവെന്ന്. ഒരിക്കലുമല്ല. സമ്പത്ത് ഉണ്ടായിരുന്നവനായിരുന്നു കർത്താവ്. നമുക്കറിയാം, ചാക്ക് കണക്കിന് സ്വർണവും കുന്തിരിക്കവും മീറായൊക്കെ രാജാക്കന്മാരുകൊണ്ട് കൊടുത്തു. അതെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ഏൽപ്പിച്ച ആരെയാ? യൂദാസിനെ. അപ്പം പണം ഉണ്ടായിട്ടാണല്ലോ പണം നോക്കാൻ ഒരു കൈക്കാരനെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, യേശുവിനേറെ സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. പുള്ളിക്കാരനും ശിഷ്യന്മാരും ഗോതമ്പൊക്കെ വഴിയരിയിൽ പറിച്ചു തിന്നും, അല്ലെങ്കിൽ വഴിയരി കിടക്കാനും പോലും ഇല്ലാതെ വചനം ഘോഷിച്ച് നടന്നു. എന്നാ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം, സമ്പത്തിന് എതിരല്ല. അതുപോലെ ചിലരൊക്കെ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം വായിക്കാറുണ്ട്. യുവാവിനോട് കർത്താവ് പറഞ്ഞുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തതിന്റെ പിന്നാലെ വരും. അവന് ദുഃഖിച്ചു പോയി കൊടുക്കാതെ. അപ്പോ കർത്താവ് പറഞ്ഞു, ധനവാന്മാർ സ്വർഗത്തിൽ പോകുന്നത് ഒട്ടകം സൂചിക്കോഴിയിലൂടെ പോകുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, 2 കൊറിന്തോസ് അധ്യായം 8 വചനം 9 വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നൻ ആയിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുവാൻ വേണ്ടിയാണ്. ഇതൊക്കെ ധ്യാനഗുരുക്കന്മാരായ ഞങ്ങൾ പലപ്പോഴും പറയും ആധ്യാത്മിക സമ്പത്തെ പറ്റിയാ പറയുന്നത്. ഹല്ലേലൂയ. അല്ല, ആധ്യാത്മിക സമ്പത്തും ഭൗമിക സമ്പത്തുമല്ല. കർത്താവിന്റെ ഇവിടുത്തെ പീഡാസഹനങ്ങളും വേദനകളുമെല്ലാം നമുക്ക് ഭൗമികമായ നന്മകൾ കൂടി തരുവാനാണ്. നമുക്കറിയാം, രോഗശാന്തി കിട്ടും, നമുക്കറിയാം, വിടുതൽ കിട്ടും, നമുക്കറിയാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഭദ്രതയും അനുഗ്രഹവും തരുവാനും കൂടിയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോശ്ലീഹ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിരിക്കുന്നതിനെ പറ്റി എപ്രകാരം ആണ് നമ്മൾ പറയുന്നത്. 4:19 എന്റെ ദൈവം, ഫിലിപ്പിയർ 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഹല്ലേലൂയ. അപ്പൊ യേശു നമുക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നേടിയെടുക്കണം. എങ്ങനെ സമ്പന്നരാകാൻ കഴിയും? നമ്മൾ സുഭാഷിതം പുസ്തകം 8:21 വായിക്കുന്നു. സുഭാഷിതം 8:21 ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുക. എങ്ങനെയാ കർത്താവിനെ സ്നേഹിക്കുന്നത്? കർത്താവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കുക. അപ്പൊ കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവിന്റെ സമർത്ഥമായ അനുഗ്രഹം നമുക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നാണ് നമ്മുടെ ദൈവവചനം പഠിപ്പിക്കുന്നത്. തോബിത്തിന്റെ പുസ്തകം അധ്യായം 4 വചനം 21. തോബിത്ത് അധ്യായം 4 വചനം 21. തോബിയാസിനോട് തോബിത്ത് പറയുന്നത്, തോബിയാസിനോട് തോബിത്ത് പറയുന്നത്, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തോട് പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്തുണ്ടാവും. ഹല്ലേലൂയ. നോക്കൂ, ഭക്തി എന്താണ്? ഭക്തി തിന്മയെ വെറുക്കല, നമുക്കറിയാം. ദൈവത്തോട് ഭക്തി ഉണ്ടാകണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, അവിടുത്തെ പ്രീതികരമായി ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് ധാരാളം സമ്പത്തുണ്ടാകുമെന്ന് തോബിത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന വളരെ മനോഹരമാണ്. ഈശോ കണിശമാറ്റും കൈ തുറന്ന് തരും, അനുഗ്രഹിക്കും. പ്രഭാഷകന്റെ പുസ്തകം 7:32 നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹം പ്രാപിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക.
അത് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള കാര്യം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് സുഭാഷിതം 11:25, ഉദാരമായ ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ഹല്ലേലൂയ. എത്ര പേരുടെ അനുഭവ കഥകൾ, സാക്ഷ്യങ്ങൾ എനിക്കറിയാമല്ലോ. കൊടുക്കും തോറും അവർക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത്. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുക്കുക, പങ്കുവെച്ചു കൊടുക്കുമ്പം കൂടുതലായിട്ട് അത് ലഭിച്ചുകൊണ്ടിരിക്കും. അത് കർത്താവ് യേശു തന്നെ പഠിപ്പിച്ചതാണല്ലോ. നമുക്കറിയാം ലൂക്കായ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 38 വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്കെല്ലാം മനഃപ്പാഠം ഒരു വിഷയം അറിയാവുന്ന ഒരു വചനമാണ്. കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളഞ്ഞ് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും, നിങ്ങൾ അടക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മടന്ന് കിട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ വർദ്ധിക്കും. എന്റെ കാരിഷ്മയിലെ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കില്ലേ? കൊട നിനക്ക് നൽകപ്പെടും, അള നിനക്ക് അളക്കപ്പെടും, അമർത്തി കുലുക്കി കവിയും വിരം നിന്റെ മടിത്തട്ടിൽ കർത്താവ് ഇട്ടു തരും. ഹല്ലേലൂയ. ഇത് ഒരു വലിയ സത്യമാണ്. മറ്റുള്ളവർക്കായി കൊടുക്കുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. നമുക്ക് യേശുനാഥൻ എപ്രകാരം കൊടുത്തുപോയി. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? സന്തോഷപ്രദമായി, ആനന്ദപ്രദമായി, സമ്പന്നരായിട്ട് ജീവിച്ചു അവർ. ശരിയാണ്, കിടക്കാൻ ഇടപാടില്ലായിരുന്നു, ഒരു വീടില്ലായിരുന്നു, അല്ലെങ്കിൽ വഴിവെക്കിന്ന് ഗോതമ്പ് പറിച്ച് തിന്നു. പക്ഷെ അവിടെ ആത്മീയ സന്തോഷവും സമ്പത്തും. മാത്രമല്ല ഒരിക്കലും അവർ ദാരിദ്ര്യം അനുഭവിച്ചില്ല എന്ന്. കണിശമായിട്ടും ഈ ദാരിദ്ര്യ അനുഭവം, സമ്പത്തുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുക നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ സമ്പത്തുള്ളത് കൊണ്ട് ദാരിദ്ര്യാനുഭവം ഇല്ലെന്ന് വിചാരിക്കരുത്. എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടായിട്ടും ദാരിദ്ര്യവാസികളായിരിക്കുന്നവരെ കാണാം. സമ്പത്തില്ലാത്തവർ സമ്പന്നരായിട്ട് ജീവിക്കുന്നതും കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഇത് മനസ്സിന്റെ ആ മനോഭാവമാണ്. ആ മനസ്സിന്റെ പുണ്യം എന്ന് നമ്മൾ പറയും. കർത്താവിന്റെ വചനങ്ങൾ അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ധന്യമാക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. ദൈവഭക്തി കണിശമായിട്ട് നമ്മളെ സമ്പന്നർ ആക്കും. ഒരിക്കലും മറക്കരുത്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 18 വായിക്കുന്നുണ്ടല്ലോ. സംഖ്യയുടെ പുസ്തകം 11:18, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ കർത്താവ് മാംസം തരും, നിങ്ങൾ കഴിക്കും ഭക്ഷിക്കും, തിന്ന് ഓക്കാനം വരുന്നവരെ തിന്നും. ഹല്ലേലൂയ. പട്ടിണി ഉണ്ടെങ്കിൽ മാറ്റുന്നതിനെ പറ്റി പറഞ്ഞത് എന്താണ്? ശുദ്ധീകരിക്കുക. നമുക്കറിയാം ജോഷുവ പ്രവാചകൻ പറഞ്ഞത്, ജോഷുവ 3:5, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കൂ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അപ്പൊ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാം. ലോകത്തിലെ ആദ്യത്തെ ഹാർട്ട് സർജറി, ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഇശക്കിയേൽ തന്റെ 36-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആണ്. എശെക്കിയേൽ 36:26 മുതൽ ഉള്ള വചനങ്ങളിൽ അതായത് കർത്താവ് പറഞ്ഞത്, നമ്മുടെ അശുദ്ധമായ ഹൃദയത്തെ വെട്ടിക്കളഞ്ഞ് ഒരു പുതിയ ഹൃദയം തരും, പുതിയ നവജീവൻ നമുക്ക് തരും, നമ്മളിലേക്ക് ജീവനെ ഊരും. അങ്ങനെ നമ്മൾ നല്ലവരായ ജീവിതം നയിക്കും എന്ന്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന വചനമാണ് എശെക്കിയേൽ 36:29. അതായത് പഴയ ഹൃദയം മാറ്റി പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ പാപജീവിതം മാറ്റി ഒരു പുണ്യജീവിതം കഴിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും, ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും, നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല, പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി നിങ്ങൾക്കിനി ഒരിക്കലും ഉണ്ടാവുകയില്ല, നിങ്ങളുടെ ജനതകളുടെ ഇടയിൽ അത് സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ വാക്കാണ് മക്കളെ. അതായത് നല്ലവരായി ഉത്തമരായി ജീവിക്കുമ്പോൾ കർത്താവ് കൈ നീട്ടി തരുന്നത് പറയാണ്, ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ കൽപ്പിക്കും. ഞാനിപ്പോഴും ഓർക്കുന്ന ആരോ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഒരു വീഡിയോ കേൾക്കുകയുണ്ടായി. മദ്യപിച്ച് തിന്മ ചെയ്ത് വ്യഭിചാരവും ചെയ്ത് എല്ലാവിധ അശുദ്ധഭാഗങ്ങളും ഉള്ള ഒരാൾക്ക് ഒത്തിരി കൃഷിത്തോട്ടമുണ്ടായിരുന്നു. കമുകും പ്ലാവും അതുപോലെ തന്നെ വാഴയെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും മെച്ചം ഉണ്ടാകുന്നില്ല. ഒന്നെങ്കിൽ കൊടുങ്കാറ്റ് വീണു പോകും, മഴ വന്നു പോകും, വീണുപോകും. അങ്ങനെ തകർന്നുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം ഭാര്യയാണ് പറഞ്ഞത്,
ഭാര്യ എന്നും പള്ളി പോകുന്നതും പ്രാർത്ഥിക്കുന്നവളുമാണ്. നിങ്ങൾ കൈകൊണ്ട് ചെയ്തിട്ട് അധ്വാനത്തിന് ഫലം ഉണ്ടാകാത്ത കാര്യം നിങ്ങൾ ദൈവഇഷ്ടപ്രകാരം ജീവിക്കാത്തതുകൊണ്ട് അതിയാനെ എന്ന്. അതിയാനെ നമ്മൾ വിളിക്കും, നാട്ടിൽ ഭർത്താക്കന്മാര് ഭാര്യമാർ അങ്ങനെ വിളിക്കുന്നത്. താൻ കാരണം ഇതിയാൻ കാരണമാണ്. അപ്പോൾ അയാളെ ആ നിമിഷത്തിൽ ആ വചനം സ്പർശിച്ചു. എടി, ഞാൻ എന്ത് ചെയ്യണോടി എന്ന് ചോദിച്ചു. നീ പോയൊരു ധ്യാനം കൂടെ, ആ കരിസ്മാനിൽ പോയൊരു ധ്യാനം കൂടെ. കരിസ്മാനിലെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അയാൾ വന്ന് ധ്യാനിച്ച് നല്ലവനായി. അതിനുശേഷം അവന് പറയായിരുന്നു, ധാരാളം സമ്പത്തുണ്ടായി. കരിസ്മാനെ കൂടെ സഹായിക്കുമായിരുന്നു. ആദ്യകാലത്ത് കരിസ്മാനൊക്കെ വളരെ പട്ടിണിയിലായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ തണ്ടിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാക്കോടെ നിനക്ക് നൽകപ്പെടുമെന്നുള്ള പാട്ട്. അതുപോലെ തന്നെ എനിക്കറിയാം, ആലപ്പുഴ തുമ്പോളിയിൽ ഒരു വലിയ കൺവെൻഷൻ, യൂത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ ആയിരുന്നു. 5 ലക്ഷം പേര്. ഇനി അവിടെ വെച്ചുകൊണ്ടായ സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. മനുഷ്യൻ മദ്യപിച്ച് നശിപ്പിക്കും, ഭാര്യയെ തല്ലും, അങ്ങനെ തിന്മയെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. എന്തേരം വലയിറക്കിയിട്ടും പട്ടിണിയേ ഉള്ളൂ. 11 മക്കളുമുണ്ട്. ഹല്ലേലൂയ. എല്ലാം പട്ടിണിപ്പാവങ്ങളെ കഴിയുന്ന അവസരം. പിന്നീട് അയാൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അവിടെ വെച്ച് വചനം കേട്ടു, എല്ലാ തിന്മയും നിർത്തി, തീരുമാനിച്ചു വീട്ടിലും പ്രാർത്ഥിക്കുക, പള്ളിയിലും പ്രാർത്ഥിക്കുക. തിന്മയെല്ലാം നിർത്തിക്കൊണ്ടപ്പോൾ വലയിടുമ്പം വല നിറച്ച് മീനായിരുന്നാ പറഞ്ഞത്. അതിന്റെ ഫലമായിട്ട് എല്ലാ ശനിയാഴ്ചയും അയാള് കരിസ്മാനി മീൻ കൊണ്ട് തരുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള, ഇതൊക്കെ സംഭവങ്ങളാണ്, വെറും കഥകളല്ല. അപ്പോൾ യേശുവിന് പ്രസാദകരമായ ഒരു ജീവിതം കൊടുത്താൽ, യേശുവിനോട് ചേർന്ന് നിന്നാൽ നമ്മളെ സമ്പന്നരാക്കും. നമുക്ക് ധാരാളം പേരെ കണ്ട് തിന്മയെ ജീവിച്ചു പോകും. അടിക്കടി അധപ്പതനം. പുരപണിയാൻ ആഗ്രഹമുണ്ട്. എനിക്കറിയാം, പലരും വിദേശത്ത് ജോലിയുള്ള പലരും പറയും, എന്റെ അച്ഛൻ ഒരു വീട് പണിയണമെന്നുണ്ട്, സ്ഥലം മേടിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റുന്നില്ല. മക്കളെ കെട്ടിച്ചു വിടണമെന്നുണ്ട്, പറ്റുന്നില്ല, പൈസ ഉണ്ടാകുന്നില്ല. ഞാൻ അപ്പോൾ ചോദിക്കും, മദ്യപിക്കാറുണ്ടോ? ഉണ്ട്. കർത്താവ് തന്ന ദാനം കൊണ്ട് മദ്യപിക്കുകയാണ്, അതുവഴി നീ രോഗം പ്രാപിക്കുന്നു. പുകവലിക്കുമോ? ഉണ്ട്. അതുവഴി നിനക്കും രോഗമുണ്ടാകുന്നു, മറ്റുള്ളവർക്കും ഉണ്ടാകുന്നു. നിന്നെ സമ്പന്നരാക്കാൻ കർത്താവിന് സാധ്യമല്ല. നിനക്ക് വില പണിയാൻ പറ്റില്ല, നിന്റെ മക്കളെ കെട്ടിച്ചു വിടാനും പറ്റില്ല. നീ തിന്മയെ വെറുത്ത് ദൈവഭക്തിയിൽ ജീവിക്കുക. ആ തോബിത്തിന് കൊടുത്ത ഉപദേശം തന്നെ, മകനെ, നിനക്ക് വീട് പണിയാൻ സാധിക്കാതെ ഓർത്ത്, നിന്റെ മക്കളെ കെട്ടിക്കാനും പണമില്ലാത്തത് ഓർത്ത്, അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ പറ്റാത്തത് ഓർത്ത് ഖേദിക്കേണ്ട. നീ കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം കഴിക്കുക, ഭക്തി അഭ്യസിക്കുക. ഇത് നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. മക്കളെ, ധാരാളം പേര് എന്റെ അടുക്ക് വന്ന് എന്നോട് എഴുതി ചോദിക്കുന്നു. എല്ലാത്തിന്റെയും ഒരു ഉത്തരമാണ് ഇത്. ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, യൂറോപ്പിലും ഞാൻ കാണുന്നുണ്ട്. ഏറെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന യൂറോപ്യൻസ് എല്ലാം മദ്യപിച്ചു കളഞ്ഞു. പള്ളിപ്പോക്കില്ല, പ്രാർത്ഥനയില്ല, ദൈവവിശ്വാസവുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഉപദേശം ഹൃദയപൂർവ്വം സ്വീകരിക്കാം. സമ്പന്നരാകാം, ആത്മീയമായും സമ്പന്നരാകാം. ആത്മീയമായി സമ്പന്നർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭൗമിക സമ്പന്നതയും കടന്നു വരും. ഓക്കെ, ഇതേ പറയട്ടെ. അതുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ആ ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് നമുക്കുള്ളത് പങ്കുവെച്ചു കൊടുക്കുന്നവരും കൂടി ആകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. അതായത് സമ്പന്നരാവുക. നമ്മൾ ദരിദ്രവാസികളായി ജീവിക്കാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, ആ കൃപ എനിക്ക് തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. യേശു കണിശമായിട്ടും ആ അനുഗ്രഹം നമ്മൾ ഓരോർക്കും തരും. ഒരു നിമിഷം കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. ഞാൻ നിങ്ങളെ ആശീർവദിക്കാം. കാരണ കർത്താവെ, ഈ ചെറിയ വീഡിയോ കേട്ട ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായ തകർച്ചയുള്ള ഏറെ പേരെ ഞാൻ കാണുന്നു. ഈ വീഡിയോ കേട്ട പലരും അപ്രകാരമാണ്. ഞാൻ അവരെ കൊടുത്ത ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അങ്ങേ കൂടുതൽ സ്നേഹിച്ചും പരസ്പരം സ്നേഹിച്ചും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അങ്ങേ സ്നേഹിച്ചും മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചും കൈ തുറന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹപൂർണ്ണരാക്കുന്നവരുമായി തീർക്കണമേ. അങ്ങനെ ഇവരെ ആത്മീയവും ഭൗമികമായി സമ്പന്നരാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് എല്ലാം ഉപേക്ഷിച്ച് സ്വയം ശൂന്യവൽക്കരിച്ച് ദരിദ്രനായി പുൽക്കൂട്ടി പിറന്നതും കാൽവരിയിൽ മരിച്ചതും ഞങ്ങളെ സമ്പന്നരാക്കാനാണല്ലോ. കാരണം കർത്താവേ, ആ സമ്പന്നത ഇവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു.
ഏറെ കടം ഉള്ളവരുണ്ട്. ആ കടം വീട്ടുവാൻ അവർക്കിടയാകണമേ. വസ്തു വാങ്ങിക്കാനും വീട് പണിയാനും ആഗ്രഹിക്കുന്നവർ, മക്കളെ കെട്ടിച്ചുവിടാനും കല്യാണം നടത്താനും ഒക്കെ ആഗ്രഹിക്കുന്നവർ, ഈശോ അതെല്ലാം സാധിച്ചു കൊടുക്കണേ. മക്കളെ വിദേശത്ത് വിടുവാൻ അഥവാ പഠിപ്പിക്കുവാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടും പരാധീനതയുമുള്ള ആളുകളെ ഞാൻ പ്രത്യേകം കാണുന്നു. അവരെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങോട്ട് അടുത്തുകൊണ്ട് അത് അവർക്കാവശ്യമായതെല്ലാം അങ്ങ് പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മക്കളെ നിങ്ങൾ ഓരോരുത്തരെയും യേശുവിന്റെ സമ്പന്നതയിലേക്ക്, യേശുവിന്റെ ആ വൻകൃപയിലേക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഭണ്ഡാരം തുറന്ന് നിങ്ങളുടെ ഭണ്ഡാരങ്ങൾ നിറയ്ക്കട്ടെ, നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സമ്പന്നർ ആക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.